അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വിജയത്തിൻ്റെ കഥയല്ല, മറിച്ചൊരു പരാജയത്തിൻ്റെ കഥയാണ്. ഞങ്ങൾക്കും കസ്റ്റമറിനും ഒരു വൻ പരാജയമായി പോയ ഒരു വരാൽ കൃഷിയുടെ കഥ. ഇത് നടക്കുന്നത് കേരളത്തിലല്ല, ഇത് കർണാടകയിലാണ്. ദക്ഷിണ കർണാടകയിലെ ബെൽറ്റങ്കാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാണ് ഇന്ന് മീനെടുക്കുന്നത്. ആ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സ്റ്റേഷനായപ്പോൾ വെറുതെ അല്ല, ഉണ്ടായല്ലോ അല്ലേ? ഓക്കെ, ഇറങ്ങിയ കുടുങ്ങല്ലോ. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഞങ്ങള്. ആ, ഒരു ചെറിയൊരു വഴി, ഒരു വഴി ആ റോഡിൽ ഇറങ്ങുകയാണ് ഞങ്ങള്. ഒരു മെഷീൻ ഇതുണ്ടല്ലോ, മെഷീൻ ഉണ്ടല്ലോ ഇതടിക്കുന്നത്, ഫുൾ അടിക്കുന്നത്. ആ, അതെടുത്തിട്ട് ഒരു ബൈക്കിൽ ആള് അപ്പുറം ഞങ്ങളുടെ ആള് അത് പോയിക്കൊണ്ടുണ്ട്. അവരോട് ചോദിച്ചു, ഈ ഇറക്കത്തിൽ ഇറങ്ങുമ്പോ ഇതിന്റെ ഇടത് ഭാഗത്ത് വീടുകളുണ്ടോ? ആ, താഴെ ഉണ്ടല്ലേ, താഴെ വീടുകള്, മറ്റേ പുല്ലിന്റെ വീടുകള്. അയ്യോ, ആ പുല്ലിട്ട കാണുന്നുണ്ട്. പുല്ലിന്റെ വീടല്ല, അവിടെ വീടുണ്ട്, അവിടെ വേറെ ഇറങ്ങുന്ന സ്ഥലത്തിലെല്ലാം ഉണ്ട് വീടുണ്ട്. ഇത് ഈ റോഡ്, ഇത് ലോഡിൽ കയറാൻ ചാൻസ് ഇല്ലേ? റോഡ് കൂടെ ഇല്ല, വണ്ടി ലോഡാകുമ്പോഴേ വണ്ടി വലിയില്ല. നോക്കട്ടെ, ഞങ്ങളൊന്ന് നോക്കട്ടെ. നോക്കട്ടെ, ഒന്ന് റോഡൊന്ന് നോക്കട്ടെ. ഒരു സ്കൂട്ടറുകാരൻ വരുന്നുണ്ട്, അതിന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ്? ആ, ഇല്ല, മിഷീൻ ഇല്ല. നീലിയാറിന്റെ വീട്ടിലേക്ക് പോണ വഴി സീത റോഡ്. ഓക്കെ, ആ അതെ, ഓക്കെ, നോക്കട്ടെ. ഈ റോഡ് നേരെ വന്നാ പോരെ? ശരി. ഒരു പാലത്തിന് മുകളിൽ കൂടെ ഉണ്ടാ സ്ഥലം രക്ഷിച്ച. ഇന്നിപ്പോ തിരിച്ചു പോക്കാണ്. അയ്യോ, അപ്പൊ അച്ഛാവര, ഇതാ നമ്മൾ മംഗലാപുരം അല്ലേ? മംഗലാപുരം കഴിഞ്ഞിട്ട് മംഗലാപുരത്തിന്റെ ഉള്ളിലുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് മീനെടുക്കാൻ. സ്ഥലം ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാനുണ്ട്, സിദ്ധിയുണ്ട്, അമീറുണ്ട്, ഞങ്ങളെ മൂന്നാളും കൂടെ സ്ഥലം ആദ്യം ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു കാട് പോലെ ആയിട്ട് തീർത്തും വിജനമായിട്ടുള്ളൊരു സ്ഥലം. വരുന്ന വഴിക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവിടെ കടുവ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ച സമയത്ത് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കടുവകൾ നിറയെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ ഉപദ്രവകാരികളല്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞപ്പോൾ ഒരു നാട്ടുകാർ പരിചയക്കാരായതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മളെ ഉപദ്രവിക്കോ ഇല്ലെന്നും അറിയില്ല. ചെറിയ മീനാണ്, വെള്ളം ഒരുപാട് കുറയുണ്ട്. നമ്മൾ ഈ മോട്ടർ വെച്ചാലേ വെള്ളം പോവില്ല. ഇതിൽ 3000 മീൻ ഭയങ്കര കൂടുതലാണ്. ആ, ഭയങ്കര കൂടുതലാണ്. 3000 മീനൊന്നും ഇതിൽ പോവില്ല. എല്ലാം ചെറുതല്ല, കണ്ട മീൻ നോക്ക്, ഫുള്ള് ചെറുതായി പോയി. അയ്യോ, ഇന്ന് തീറ്റ കൊടുത്താ? ഈ സ്ഥലത്തിന്റെ പേര് ഏതാ? ആനയുണ്ടോ അവിടെ? കടുവണ്ട അവിടെ? അതിനാണ് ഈ കമ്പിവേലി. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരലുണ്ടോ? കടുവ ഇതിൻ്റെ ഉള്ളിൽ വരുമോ? പകല് വരുമോ? കടുവ ഉണ്ടാവും.
അത് കാണലുണ്ടോ കടുവേനെ? കടുവേനെ കാണലുണ്ടോ? നമ്മളെന്തെങ്കിലും ചെയ്യുക കടുവ? നമ്മളെ പാവാ വിദ്യ കടുവുണ്ട് ഇത്രയോടെ, കടുവുണ്ട് ഇന്നോടെ. പന്തരൊന്നും പോയിരിക്കണ്ട. ഞാനേ എന്തെങ്കിലും ചെയ്യുമോ ചോദിച്ചു. ഇല്ല അത് പാവന്ന് പറയാനില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അല്ലേ? അതാ ഈ കാണുന്നതാണ് കുളം. വെള്ളം ഏകദേശം കഴിയാറായില്ലേ? അപ്പോൾ ഇതിൽ എത്ര മീനായിട്ട്? 3000. 3000 എത്ര? ഒരു വർഷം അല്ലേ? ഇല്ല, ഒരു 8 മാസം. ഒരു കൊല്ലം. തീറ്റ ഏതാണ് കൊടുത്തിരുന്നത്? അത് ആക്ച്വലി ഞാൻ പറയാം അയലിട്ട് അതിൻ്റെ ഐഡിയ. ഓക്കെ ഓക്കെ. ഏകദേശം വെള്ളം കുറയാറായിട്ടാ നമ്മളെ വണ്ടി. സിദ്ധി അമീറും ഇവിടെ ഉണ്ട്. എന്താ ഇതേ? ഇവർക്ക് പറ്റിയ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് ഈ ഒരു ചെറിയ കുളത്തിൽ ഇവർ 3000 മീനുകൾ ഇട്ടെന്നുള്ളതാണ്. അതൊന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ കാര്യം, ഇത് അറിഞ്ഞുകൊണ്ടും ഈ ആളുകളെ പറ്റിക്കുന്ന, കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ വീഡിയോസൊക്കെ ഒന്ന് കാണണട്ടാ. കാരണം അവർക്ക് പറ്റുന്ന നഷ്ടങ്ങളൊക്കെ നിങ്ങൾ അറിയണം. അതുമാത്രമല്ല അവർ നിങ്ങൾ എത്രത്തോളം ശപിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയുകയും കൂടി വേണട്ടാ. അപ്പോൾ അച്ഛന്മാരെ എന്താ നമ്മളെ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. സൈറ്റ് മംഗലാപുരം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് വരാനുണ്ട്. കറക്റ്റ് കുറച്ചല്ലേ, 100 ചില കിലോമീറ്റർ ഉള്ളിലേക്ക് വരാനുണ്ട്. സ്ഥലത്തിൻ്റെ എവിടുന്നാണ് 40 കിലോമീറ്റർ പറഞ്ഞത്? ഉദിരിയിൽ നിന്ന് 40 കിലോമീറ്റർ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൊരു റബ്ബറിൻ്റെ ഒക്കെ ഒരു കാടാണ് കേട്ടോ. കാട് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള നല്ല ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ശല്യമില്ല. കുറച്ച് കടുവ, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. ഫുൾ ഓഫ് റോഡാണ്. ഞങ്ങളെ 2 കാര്യങ്ങളുള്ളൂ. ഇവിടുന്ന് പോണതിന് തന്നെ കടുവ ഞങ്ങളെ പിടിക്കോ, അതോ ഇവിടുന്ന് പോകുമ്പോൾ വണ്ടി അവിടെ കുടുങ്ങോ. ഈ 2 ടെൻഷനുള്ളൂ നമുക്ക്. പക്ഷേ നോക്കുക, ഏതായാലും വന്നില്ലേ. പിന്നെ ഇപ്പോൾ നമ്മളെ കൂടെ ഇവിടെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? അതെ. ഞാൻ അവരോട് കടുവ എന്തെങ്കിലും ചെയ്യുക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കടുവ ഒന്നും ചെയ്യില്ല, പാവാണ് പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ഈ സ്ഥിരം കടുവേനൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഒന്നാമത്തെ എന്താ പറയുക, ഇത് ഒരു ആൾ താമസമുള്ള ഒരു ഏരിയ അല്ല. ഇത് മൊത്തം ഫുള്ള് കാടാണ്. ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊരു ജസ്റ്റ്. പിന്നെ മൊത്തം ചെങ്കുത്തായിട്ടുള്ള മലനിരകളാണ്, താഴ്വരയാണ്. അത് മൊത്തം ഇങ്ങനെ ഉണങ്ങിക്കടിച്ചിറക്കൊന്നുമല്ല, ഫുള്ള് പച്ചപ്പ് വേണം. അപ്പോൾ ഇതിനുള്ളിൽ കടുവ, പുലി ഇതൊക്കെ ഉണ്ടാവും. അതെ, ഫുള്ള് പർവ്വതനിരകളൊക്കെയാണ്. റബ്ബറും കാടാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള റബ്ബർ ടാപ്പിംഗ് പറയുന്നത് ഏകദേശം ഈ സമയത്താണ്. സാധാരണ ഒരു രാവിലെ പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ 10:30. എന്നിട്ട് അവിടെയൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യേണ്ട ആൾക്കാർ ഈ സമയത്താകുമ്പോഴേക്ക് കറ ഏകദേശം കുറയും മരത്തിൻ്റെ. എന്നിട്ട് ഈ സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ കടുവേനൊക്കെ പേടിച്ചിട്ടുണ്ടാവും. സേഫ്റ്റിക്കാവും. ഇതിപ്പോൾ സംഭവത്താ കുടിക്കാണെങ്കിൽ തന്നെ പായ വേറെ കെട്ടിയിട്ട് നമുക്ക് അവിടെ ഫുള്ള് ചളിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ കാണാനുണ്ട് മീനുകൾ, ചളിയുണ്ട് വെള്ളത്തിൽ. കാര്യങ്ങളൊക്കെ ചെറിയ മീനുകളാണ് കേട്ടോ. നല്ല ചളിയുണ്ട് വെള്ളത്തിൽ. അതാണൊരു പണികളൊക്കെ ചെറിയ മീനുകളാണ്. ചെറുത് ഒരുപാടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഡ്രമ്മൊക്കെ ഇറക്കാനുണ്ട്. മീനെ തൽക്കാലം നമ്മൾ ഇതിലോട്ട് പിടിച്ചതായിട്ട്. വെള്ളതാ ഏകദേശം ഫുള്ളായിട്ട് കുറയുന്നുണ്ട്.
പിടിച്ചിറങ്ങി പഴുക്കലുണ്ടാ ഉണ്ടാ പോണ പോയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഈ കസ്റ്റമറും ഇതിൻ്റെ ഓണറും ശരിക്കും മീനുകളെ കാണുന്നത് കേട്ടോ. അവർ ഇതിനു മുന്നേ വെള്ളം മൊത്തം വറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞപ്പോഴാണ് മീനുകളെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയത്. എല്ലാം ചെറിയ മീനുകൾ പറഞ്ഞാൽ ഒരു 200 ഗ്രാമിന് താഴെയാണ് എല്ലാ മീനുകളും ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചെറിയൊരു കുളത്തിൽ ഇവർ കൂടുതൽ മീനുകൾ ഇട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ഇവർ തീറ്റ ഏതാണ് കൊടുത്തത്, എത്രത്തോളം കൊടുത്തു എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളമാണ്. ഇതിൻ്റെ അടിയിൽ മൊത്തം വേസ്റ്റ് ഉണ്ട്. ഈ വെള്ളം ഇവർ എത്ര തവണ കൂടുമ്പോഴാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവർക്കും കൃത്യമായിട്ട് ഒരു ഓർമ്മയില്ല അതിൽ. അതാണ് മെയിനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. എല്ലാ മീനുകളും ചെറിയ മീനുകൾ. ഇത് പെല്ലറ്റാ കൊടുക്കുന്നത്. പെല്ലറ്റാ കൊടുക്കല് തീറ്റ. വേസ്റ്റ് കൊടുത്തിട്ടുണ്ടാ? തീരില്ല. നമ്മൾ വരാലിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മളൊരു 3000 പോയാലും ശരി 5000 ആയാലും ശരി അതിനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ എത്ര എണ്ണം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഒരു കൺഫേമും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് നോക്കണം, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല ഒരു കുളത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു അളവുണ്ട്. നമ്മൾ എത്ര കുഞ്ഞുങ്ങളിട്ടാലും ആ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് നിൽക്കാനൊരു കണക്കുണ്ട്. അതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവർ വളരില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ആരുടെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിയാലും ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളെ വാങ്ങിയാലും ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും. കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് പലതും പറയും, ഒരുപാട് ഇടാന്നൊക്കെ. ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയുന്നവർ. അത് കേട്ടിട്ട് നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവർ നമ്മളെ ചതിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉപദേശങ്ങൾ പല ആളുകളുടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അറിവുകൾ നമുക്ക് എത്ര കിട്ടിയാലും അത് ഒരിക്കലും ഏറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരുടെ നിന്നെടുത്താലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ലോസിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മംഗലാപുരം വരെ വന്നിട്ട് നമുക്ക് വളർച്ച എന്ന് പറഞ്ഞാൽ തീരെ വളർച്ച ചേട്ടല്ലേ. ഇത്ര ദൂരം വന്നിട്ടേ ഇന്നലെ രാത്രി അവിടെ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. 300 കിലോമീറ്റർ ഓടിയിട്ട് 360 കിലോമീറ്റർ അവിടുന്ന് ഓടിയിട്ട് ഇവിടെ വന്നപ്പോൾ കിട്ടിയ മീനാകെ എത്ര 30 കിലോനാ പൊന്നെ. 1 കിലോ മീനിനെ അപ്പം എന്ത് റേറ്റിൽ നമ്മളിത് കൊടുക്കുക? ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ട് കിട്ടിയ മീനാണ് ഇപ്പം. അപ്പോൾ രണ്ടാളും കൊണ്ടിരുന്ന് പെറുക്കുന്നുണ്ട്. കഴിഞ്ഞാ ഇതൊന്ന് നോക്ക് നിങ്ങൾ. 400 കിലോമീറ്റർ ഓടിയിട്ട് വന്ന കിട്ടിയ മീനാണ് ഈ കാണുന്നത്. നമ്മളെപ്പോഴും ഈ ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക. കസ്റ്റമർ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോൾസെയിലായിട്ട് മീനെടുക്കുന്ന ടീമാണ്. അപ്പോൾ നമുക്ക് മീനെടുക്കുന്ന ആ ഒരു റേഞ്ചിൽ നിങ്ങളുടെ കയ്യിൽ മീനുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത്രയും ഓടി വരുന്ന വണ്ടിയൊക്കെ ആകുമ്പോൾ അതിന് അത്രയും നഷ്ടം ഞങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നഷ്ടത്തിലാണ്, അതിൻ്റെ കൂടെ ഞങ്ങളും കൂടി നഷ്ടത്തിലാകുമ്പോൾ നമ്മൾ രണ്ടുപേരും നഷ്ടത്തിലാവുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇവിടുത്തെ കസ്റ്റമർ ഒരു മാന്യനാണ് കേട്ടോ. പുള്ളി ആദ്യം തന്നെ പറഞ്ഞ്
നിങ്ങൾക്ക് ആ വരാനുള്ള ചിലവ് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ തരാമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി ഏകദേശം തീർക്കുകയാണ്. എത്ര വട്ടം തീർത്ത് നമ്മൾ നഷ്ടം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നല്ല നഷ്ടം വരും കേട്ടോ. അങ്ങോട്ട് കാര്യമില്ല. അപ്പോൾ അവിടുന്ന് വന്ന വരവും ഇവർക്ക് നഷ്ടമായി. തലയും കൂടെ അടിച്ചു പൊട്ടിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വിടാൻ നോക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ടൈമാണെന്ന് കാര്യമില്ല. ലദ്യ അത് 2 ഡ്രമ്മാണ് നമ്മൾ ഇറക്കി. ഡ്രമ്മ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ കയറ്റുക. സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നേരെ വീട് പിടിക്കാൻ നോക്കാം. ഓർഡർ ക്യാൻസലായി. സങ്കടം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും ചിരിച്ചോണ്ട് നേരിടണം. ലദ്യ സങ്കടം വരുമ്പോഴും നഷ്ടം വരുമ്പോഴേ ചിരിച്ചോണ്ട് നേരിടണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആരും കുറ്റം പറയല്ല കേട്ടോ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന ആ ഒരു രീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് വരുന്നത്. നിങ്ങൾ ഇത്ര മീനുണ്ട് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മറ്റുള്ള ലോഡുകൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ മീനിന് വേണ്ടി മാത്രം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങളിൽ ഇത്ര മീനുകളുടെ ഓർഡർ ഉണ്ട്. ആ ഒരു ദിവസം നിങ്ങൾ കൺഫേം ആയിട്ട് പറയണേ എൻ്റെ കയ്യിൽ 2 ടണ്ണ് മീനുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ടണ്ണിനുള്ള ഓർഡറാണ് ഞങ്ങൾ സാധാരണ എടുക്കാറുള്ളത്. എന്തായാലും കുറച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുക. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ 2 ടണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു 100 കിലോ മീൻ പോലും ഇല്ലാത്ത അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും നഷ്ടമാണ് അവിടെ വരുന്നത്. ഞങ്ങളുടെ ആ ഒരു ലോഡ് മൊത്തം ക്യാൻസലായി പോവുക. നിങ്ങൾ സാധാരണ നിങ്ങളുടെ കയ്യിൽ ഒരു 2 ടണ്ണ് മീനുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ 1 ടണ്ണിൻ്റെ ഓർഡറാണ് എടുക്കാറുള്ളത്. അത് നമ്മൾ ഓരോ കടക്കാരെടുത്തും അല്ലെങ്കിൽ ഹോട്ടലുകാരുടെ അടുത്തൊക്കെ നമ്മൾ ഏകദേശം 1 ടണ്ണിൻ്റെ ഓർഡർ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് അങ്ങോട്ടേക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് തരാം. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് 1 ടണ്ണെന്ന് പറയുന്ന സമയത്ത് ഒരു 100 കിലോ മീൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഹോട്ടലുകാരുണ്ട്, കടക്കാരുണ്ട്, ചെറിയ കച്ചവടക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നമ്മളത് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ കച്ചവടം മൊത്തം ക്യാൻസലായി പോയി. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങൾക്ക് വന്ന നഷ്ടം മാത്രമാണ് ആദ്യം ചിന്തിക്കുക. ഞങ്ങളാരും കുറ്റപ്പെടുത്തല്ല കേട്ടോ. കാരണം അതാണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് നമ്മൾ അത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു കിലോമീറ്റർ ചാർജോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ നമ്മൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമുക്ക് അതിനേക്കാൾ എത്ര ഇരട്ടിയാണ് അവിടെ ലോസ് എന്നുള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്കും കൂടി അത് ലോസാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര മീനുണ്ട് അതിൻ്റെ ആവറേജ് ഒരു തൂക്കം എത്രയാണെന്നൊക്കെയുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ അത് പ്രതീക്ഷിച്ച് വരുന്ന നമുക്കും ഞങ്ങളെ പ്രതീക്ഷിച്ച് വെക്കുന്ന ആളുകൾക്കും അതൊരു വലിയൊരു ഉപകാരമാണ്. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ആളുകളെല്ലാം നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ആ ഒരു മീൻ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മാത്രമാണെന്നുള്ളത്. അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്തായാലും ബിസിനസ്സാണ്, ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അല്ല വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഒരു നഷ്ടക്കഥ. ബൈ.